എല്ലാവർക്കും മിസ് ഇവ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ പോവായിരുന്നു. അപ്പൊ നിങ്ങളും കൂടി ആയിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം തന്നെ പ്രഷർ കുക്കറിലോട്ട് 1/4 ഗ്ലാസ് പരിപ്പ്, ഇപ്പൊ ഞാൻ സാധാ പരിപ്പാണ് എടുത്തിരിക്കുന്നത്, സാമ്പാർ പരിപ്പല്ല. എനിക്ക് സാമ്പാർ പരിപ്പ് ഇഷ്ടമല്ല, ഞാൻ ഈ പരിപ്പാണ് സാധാരണ സാമ്പാർ വെക്കാൻ ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാൻ പരിപ്പ്. പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 3 പച്ചമുളക് നീളത്തി കീറിയതും ഒരു 4 അല്ലി വെളുത്തുള്ളി നീളത്തി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച്, പരിപ്പ് വേകാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ 2 വിസിൽ അടുപ്പിച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാനായിട്ട്. നിങ്ങൾ നോക്കുക, പരിപ്പ് എന്തോ നോക്കുക, അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. പച്ചക്കറിയും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പൊ വെന്തിട്ടുണ്ട്, ഫുൾ എയർ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വെന്തിട്ടുണ്ട്, ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പൊ ഉള്ള വെജിറ്റബിൾസ് ആണ് ഞാൻ ഇപ്പൊ സാമ്പാറിന് ഇട്ടേക്കുന്നത്. ഇന്ന തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. തക്കാളിയും പരിപ്പും ഉള്ളി ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ചെറിയൊരു സാമ്പാർ ഉണ്ടാക്കാം. ഇതിപ്പോ ഉള്ളത് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. പച്ചക്കറി പ്രഷർ കുക്കറിലോട്ട് ഇടുമ്പോഴത്തേക്കും കറക്റ്റ് പച്ചക്കറി മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വേണം ചൂടുവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കുറഞ്ഞു പോയാലും ചിലപ്പോൾ അടിക്ക് പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. കറക്റ്റ് പച്ചക്കറി ഒക്കെ മുങ്ങിക്കിടക്കണ ആ ലെവലിൽ വെള്ളം വെച്ചാൽ മതി. അതും ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം അടിയിൽ പരിപ്പുണ്ടല്ലോ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പ്രഷർ കുക്കർ നമുക്കൊന്ന് അടച്ചു വെച്ച് കറക്റ്റ് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെന്ത് നല്ലോണം ഉടഞ്ഞു പോവും. അപ്പോൾ കറക്റ്റ് ഒരു വിസിൽ അടിച്ചിട്ട് നോക്കാം. ഇപ്പൊ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഈ കുക്കർ നമുക്ക് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതിലോട്ട് വെണ്ടക്ക ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഒന്ന് നല്ലോണം വാട്ടിയെടുക്കണം. അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താലും മതി. വെണ്ടക്ക വാടിയിട്ടുണ്ടാവും, നമുക്ക് തുറന്നു നോക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 വലിയ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, കാശ്മീരി അല്ല. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും സാമ്പാർ പൊടി ഇച്ചിരി കൂടുതൽ ഇടാറുണ്ട്. ഇനി നന്നായിട്ട് പൊടികളെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറണം. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. തീ സിമ്മിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. സിമ്മിൽ വെക്കുക. പ്രഷർ കുക്കറിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം, എന്തായി നോക്കാം. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം എല്ലാം ഉണ്ട്. നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലോട്ട് ഇത് ഫുൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം വേണമെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇച്ചിരി കൂടി തിക്കാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അവസാനം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയാണിത്. നിങ്ങൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായാൽ അഭിപ്രായം പറയൂ. ദോശ, ഇഡ്ഡലി, ചോറ് ഇതിൻ്റെ ഒക്കെ ഒപ്പം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.